Hello friends, welcome to Sharon's Kitchenette. ഇന്ന് നമുക്ക് വെറും 2 ingredients കൊണ്ട് കടയിൽ നിന്ന് മേടിക്കുന്നതിലും ടേസ്റ്റിൽ സ്ട്രോബെറി ജാം ഹെൽത്തി ആയിട്ട് വീട്ടിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ആദ്യം സ്ട്രോബെറി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 600 ഗ്രാം സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1.25 കപ്പ് ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ സ്ട്രോബെറി അത്യാവശ്യം നല്ല മധുരം ഉള്ളത് കാരണം ഞാൻ ഇത്രേ ആഡ് ചെയ്യുന്നുള്ളൂ. മധുരം കുറഞ്ഞ സ്ട്രോബെറി ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് മധുരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സ്ട്രോബെറി ഇങ്ങനെ പീസായിട്ട് ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ അത് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയുടെയും സ്ട്രോബെറിയുടെയും കൂടി ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. അതുവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. ജാം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു പാത്രം ഫ്രീസറിൽ വെക്കാം. അത് അവസാനം ജാമിൻ്റെ പരുവം കറക്റ്റ് ആയോ എന്നറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പദം കാണാം. അതൊന്നും കുഴപ്പമില്ല, അത് കുറച്ച് കഴിയുമ്പോഴത്തേന് കുറഞ്ഞു വന്നോളും. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി ഏകദേശം നല്ലൊരു പാകത്തിനായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായി കിട്ടാൻ ഏകദേശം 30 മിനിറ്റോളമാണ് എടുത്തത്. നമ്മൾ ആദ്യം ഫ്രീസറിൽ എടുത്തു വെച്ചിരുന്ന ആ പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഒരു അല്പം ജാം തേച്ച് കൊടുത്ത് നോക്കാം. ജാം തേച്ചതിന് ശേഷം ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ഈ ജാം നന്നായിട്ട് തണുത്തോളും. തണുക്കുമ്പോൾ ഉള്ള ജാമിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇനി ഈ പാത്രം ഒന്ന് ചിരിച്ച് നോക്കുമ്പോൾ ജാം ഒഴുകുന്നില്ലെങ്കിൽ അത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ജാമ് അത് കറക്റ്റ് പാകത്തിനായി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കാം. ജാം തണുക്കാൻ വെക്കുമ്പോൾ മൂടി വെക്കരുത്. മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടപ്പിലേക്ക് നീരാവി തട്ടി അത് ജാമിലേക്ക് വീണ് അത് വീണ്ടും കേടാകാനിടയാവും. ജാം നന്നായിട്ട് തണുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. വെള്ളമയം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന ജാം 6 മാസം വരെ കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ജാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.